أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد നമ്മൾ കിതാബ് സിയാം നോമിൻ്റെ അധ്യായമാണ് നോക്കുന്നത്. അതിൽ ഒരു വീഡിയോ ചെയ്തു. ഇനി അടുത്തത് ഖാലൽ മുസന്നിഫ് റഹിമഹുല്ല പറയാണ് വയത്തഹിമു വുജൂബു ദാലിക അലാ കുല്ലി മുസ്ലിമിൻ ആഖിലിൻ ത്വാഹിരിൻ ഖാദിരിൻ മുഖീമിൻ. നോമ്പ് നിർബന്ധമാകൽ എന്താണ്? എത്തഹിമു എന്ന് പറഞ്ഞാൽ നിർബന്ധമാകും തന്നെ. അലാ കുല്ലി മുസ്ലിമിൻ, എല്ലാ മുസ്ലിമിൻ്റെ മേലും നോമ്പിൻ്റെ നിർബന്ധമാകും. ബാലിഗായ മുസ്ലിം, അപ്പോൾ പ്രായപൂർത്തി വേണം. ആഖിൽ ബുദ്ധിയുള്ള, ത്വാഹിരിൻ ശുദ്ധിയുള്ള, ഖാദിരിൻ കഴിവ് വേണം, നോമ്പ് പിടിക്കാനുള്ള കഴിവ് വേണം. മുഖീമിൻ നാട്ടിൽ താമസിക്കുന്നു. അപ്പോൾ എത്ര പറഞ്ഞ? മുസ്ലിമാകണം, പ്രായപൂർത്തി വേണം, ബുദ്ധി വേണം, ശുദ്ധി വേണം, കഴിവ് വേണം. കഴിവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ നോമ്പ് പിടിക്കാനുള്ള ആപത് അവന് വേണം. നോമ്പ് പിടിച്ചാൽ തന്നെ അപ്പം തന്നെ തളർന്നു വീണ ആളാണെങ്കിലല്ല. അപ്പോൾ അതുപോലെ തന്നെ മുഖീം, അപ്പോൾ 6 പറഞ്ഞു. നാട്ടിൽ താമസിക്കുന്നവനാണ്, യാത്രക്കാരന് നിർബന്ധമില്ല, അത് പിന്നെ പിടിച്ച് കിട്ടിയാൽ മതി. അപ്പോൾ ഫഅമ്മൽ കവിഞ്ഞ് ഓരോരുത്തരും ഒഴിവാക്കിയ ഫഅമ്മൽ കാഫിറു, അപ്പോൾ കാഫിറാകുന്നത് ഫൈന്നഹു, അവൻ ഇൻകാന അസുലിയൻ, അവൻ അടിസ്ഥാന കാഫിറാണെങ്കിലും ലം യുഖാത്തബ്, അവൻ അടിസ്ഥാന കാഫിറായാൽ ലം യുഖാത്തബ് ഫി ഹാലി കുഫ്രിഹി, അവൻ്റെ കുഫറിൻ്റെ അവസ്ഥയിൽ അവനോട് നോമ്പ് കൊണ്ട് എന്താക്കപ്പെടുകയില്ല, ഖിതാബ് എടുക്കപ്പെടുകയില്ല, അവനോട് കൽപ്പനയില്ല. കാരണവും ലന്നഹു ലാ യസിഹു മിൻഹു, അവനിൽ നിന്ന് അത് ശരിയല്ല, അതുകൊണ്ട് അവനിൽ നിന്ന് നോമ്പ് കൊണ്ട് അവനോട് കൽപ്പനയില്ല. ഇനി ഫൈൻ അസ്ലമ, അവനിനി മുസ്ലിമായാലോ ലം യജിബ് അലൈഹിൽ ഖലാഉ, അവൻ്റെ മേൽ ഖലാഉ നിർബന്ധമില്ല. അപ്പോൾ ആദ്യമായി, അതായത് അമുസ്ലിമായി ജനിച്ച വ്യക്തി, ആ വ്യക്തിയോട് എന്തില്ല എന്ന് പറഞ്ഞത്? നോമ്പ് പിടിക്കാൻ കൽപ്പനയില്ല. ഇനി അവൻ മുസ്ലിമായാലോ? അപ്പോൾ അവൻ മുസ്ലിം അല്ലാത്ത സമയത്തുള്ള നോമ്പ് ഖലാ വീട്ടണോ? അതും വേണ്ട. അതിൽ ഖൗലിഹി തആല, അള്ളാഹുവിൻ്റെ ഖൗലാണ്. അള്ളാഹ് പറഞ്ഞില്ല ഖുർആനിൽ നിന്ന്, ഖുൽ ലില്ലദീന കഫറു, നബി അങ്ങ് പറയുക കാഫിരീങ്ങളോട്, ഈ അന്തഹൂ, നിങ്ങൾ അവസാനിപ്പിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ കുഫറിൽ നിന്നൊക്കെ നിങ്ങൾ മാറിയാൽ, യുഗ്ഫർ ലഹും, അള്ളാഹ് നിങ്ങൾക്ക് പൊറുക്കപ്പെടും, മാഖദ് സലഫ, നിങ്ങൾ മുൻപ് ചെയ്ത തെറ്റുകളൊക്കെ നിങ്ങൾക്ക് പൊറുക്കപ്പെടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് എന്താണ്? അതാണ് തെളിവ്. കാരണം അതുപോലെ തന്നെ വലി അന്ന ഫി ഈജാബി ഖലാഇ മാ ഫാത ഫി ഹാലിൽ കുഫ്രി തംഫീറൻ അൽ ഇസ്ലാമി, കുഫറിൻ്റെ അവസ്ഥയിൽ നഷ്ടപ്പെട്ടതിനെ ഖലാ വീട്ടൽ നിർബന്ധമാണെന്ന് പറയൽ, അത് തംഫീറൻ അൽ ഇസ്ലാമിനെ തൊട്ട് വെറുപ്പിക്കലില്ലേ, ഇസ്ലാമിനെ തൊട്ട് ഒരു നിഫ്രത്ത് ഉണ്ടാക്കും, വെറുപ്പുണ്ടാക്കും. അപ്പോൾ രണ്ട് കാര്യം പറഞ്ഞു. ഇനി വൈൻകാന മുർത്തദ്ദൻ, മുർത്തദ്ദാണ്, അയാൾ മുർത്തദ്ദായാൽ ലം യുഖാതബിഹി ബിഹി ഫി ഹാലിൽ ജിദ്ദത്തി, ലം യുഖാതബി, അവനോട് എന്താക്കപ്പെടുകയില്ല, കൽപ്പനയില്ല. അതുകൊണ്ട് ഫി ഹാലി ജിദ്ദത്തിൻ്റെ അവസ്ഥയിൽ, ഒരാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയി, അപ്പോൾ പുറത്തു പോയ അവസ്ഥയിൽ അവനോട് നോമ്പ് പിടിക്കാൻ കൽപ്പന ഉണ്ടോ? ഇല്ല. കാരണം ലന്നഹു ലാ യസിഹു മിൻഹു, കാരണം ജിദ്ദത്തോടു കൂടി അവനത് ശരിയാകൂല. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയ ആൾ നോമ്പ് പറ്റ ശരിയാകുമോ? ഇല്ലല്ലോ. ഫൈൻ അസ്ലമ, ഇനി മുസ്ലിമായാൽ വജബ അലൈഹി ഖലാഉ മാ തറക്കഹു ഫി ഹാലിൽ കുഫ്രി, ഇനി അവൻ വീണ്ടും ഇസ്ലാമിലേക്ക് തന്നെ തിരിച്ചു വന്നു, എന്നാൽ അവന് ആ കുഫറിൻ്റെ സമയത്ത് നഷ്ടപ്പെട്ടത്, ഒഴിവാക്കിയതിനെ ഖലാ വീട്ടൽ അവന് നിർബന്ധമാണ്. കാരണം അന്നഹു ഇൽതസമ ദാലിക ബിൽ ഇസ്ലാമി, കാരണം അതവന് നിർബന്ധമായി, ഇസ്ലാം കൊണ്ട് അവന് അത് നിർബന്ധമായിരുന്നു നേരത്തെ തന്നെ. അപ്പോൾ ഫലം യസ്ഖുത് അൻഹു ബിൽ റിദ്ദത്തി, അപ്പോൾ റിദ്ദത്ത് കൊണ്ട് അവന് തൊട്ടത് ഒഴിവാകൂല. ഏതുപോലെ? കഹുഖൂഖിൽ ആദമീന, മനുഷ്യരോടുള്ള ബാധ്യതകളെപ്പോലെ, മനുഷ്യരോടുള്ള ബാധ്യതകൾ അവനെ തൊട്ട് റിദ്ദത്ത് കൊണ്ട് ഒഴിവാകൂലല്ലോ. അപ്പോൾ അതുപോലെ ഇതും ഒഴിവാകൂല. അപ്പോൾ അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ 2 വിഷയങ്ങൾ പറഞ്ഞു.
ഇനി ഷറഹ് പറയാണ്. അഷറഹ് ഖൗലുഹു മുസന്നിഫിൻ്റെ കൗലുണ്ടല്ലോ എന്താണ് യത്തഹിമു എന്ന് പറഞ്ഞല്ലോ. യത്തഹിമു വുജൂബു ദാലിക ഐ വുജൂബു ഫീലിഹി ഫിൽ ഹാലിന്ന്, അപ്പോൾ തന്നെ അതിനെ പ്രവർത്തിക്കൽ നിർബന്ധമാണ്. വലാബുദ്ദ മിൻ ഹാദ തഫ്സീരി, ഈ തഫ്സീറിനാൽ കൂടാതെ കഴിയുകയില്ല. കാരണം അന്ന വുജൂബഹു അലൽ മുസാഫിരി. വലാബുദ്ദ മിൻ ഹാദ തഫ്സീരി, വലാബുദ്ദ മിൻ ഹാദ തഫ്സീരി, ഈ തഫ്സീറിനാൽ കൂടാതെ കഴിയുകയില്ല. അപ്പോൾ ഇവിടെ നമ്മൾ തഫ്സീർ പറഞ്ഞല്ലോ, ഐ വുജൂബു ഫീലിഹി എന്നാണ്, ഫിൽ ഹാലി, അപ്പോൾ തന്നെ അത് പ്രവർത്തിക്കൽ നിർബന്ധമാണ്. കാരണം ഇങ്ങനെ പറയാൻ കാരണം എന്താ? കാരണം അന്ന വുജൂബഹു അലാൽ മുസാഫിരി, മുസാഫിറിന് നോമ്പ് നിർബന്ധമാകൽ, അൽ ഹൈലുകാരിക്കും അത് മുത്തഹത്തമൻ, അത് നിർബന്ധമാണ്. അതിലും വീണ്ടും നിർബന്ധമാണ്. ലാക്കിൻ ലാ യു അഖറാനിഹി, അവരെ അത് രണ്ടും അവരെന്ത് ചെയ്യും? അവർ രണ്ടുപേരും അത് പിന്തിപ്പിക്കും. അപ്പോൾ അതുകൊണ്ട് സുമ്മയഖ്ലിയാനി, പിന്നെ അവർ രണ്ടുപേരും അതിനെ ഖളാ വീട്ടുന്നല്ലേ. അപ്പോൾ എന്താണ് നിർബന്ധമാകുക എന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ നിർബന്ധമാകണം. ആര് പറഞ്ഞത്? ഖൗലുഹു, മുസന്നിഫിൻ്റെ കൗലുണ്ടല്ലോ, ഫീൽ കാഫിരിൽ അസ്ലിയീൻ, അസ്ലിയായ കാഫിർ, ലം യുഖാത്തബ് ബിഹി എന്ന് പറഞ്ഞല്ലോ, അവനോട് തേടപ്പെട്ടിട്ടില്ല. ഐ ലം നുതാലിബുഹു ബി ഫീലിഹിൻ, നാം അവനോട് നോമ്പ് തേടുന്നില്ല, അതിനെ പ്രവർത്തിക്കാൻ തേടുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ലം യുഖാത്തബി എന്ന് വെച്ചാൽ ലം നുതാലിബുഹു ബി ഫീലി, അതിനെ പ്രവർത്തിക്കാൻ നാം അവനോട് ആവശ്യപ്പെടുകയില്ല, അസ്ലിയായ കാഫിറിനോട്. വലൈസ മുറാദുഹു അന്നഹു ലൈസ ബി വാജിബിൻ ഫി ഹാലി കുഫ്രിഹി, വലൈസ മുറാദു, അദ്ദേഹത്തിൻ്റെ മുറാദല്ല, അന്നഹു ലൈസ ബി വാജിബിൻ, അവനത് നിർബന്ധമില്ല, ഫി ഹാലി കുഫറിൻ്റെ അവസ്ഥയിൽ അവൻ നിർബന്ധമില്ല എന്നല്ല എൻ്റെ ഉദ്ദേശം. നാം അവനോട് തേടുന്നില്ല എന്നാണ് ഉദ്ദേശം. കാരണം എന്താണെന്ന് പറയുമോ? ഫൈന മദ്ഹബ സഹിഹായ മദ്ഹബ് അന്നൽ കുഫാറ ഗാഫിരീങ്ങൾ മുഖാത്തബൂൻ, അവരോടും തേടപ്പെടുന്നുണ്ട്. ഫിഫുറു ഷറഈ, ഷറഇൻ്റെ ഘടകങ്ങളെ കൊണ്ട്, ഷറഇൻ്റെ ഫറഇയായ നിയമങ്ങളും അവനോടും തേടപ്പെടുന്നുണ്ട്. ഫിയാലി കുഫ്രിയും, കുഫറിൻ്റെ അവസ്ഥയിലും തേടപ്പെടുന്നുണ്ട് എന്നാണ് സഹിയായ മദ്ഹബ്. അപ്പോൾ ഇവിടെ പറഞ്ഞത് അസ്ലിയായ കാഫിറിനോട് നാം തേടുന്നില്ല, ചെയ്യാൻ തേടുന്നില്ല എന്നാണ്. പക്ഷേ അവനോട് എന്തുണ്ട്? ഖിതാബുണ്ട് അവിടെ. അത് കുഫറിൻ്റെ അവസ്ഥയിൽ നിർബന്ധവുമാണ്, പക്ഷേ അവനോട് തേടുന്നില്ല എന്നേ ഉള്ളൂ. അപ്പോൾ അപ്പോൾ എന്താണ്? ഷറഇൻ്റെ ഫുറൂകളെ കൊണ്ടും അവരോട് ഖിതാബ് ഇടപെട്ടേക്കാണെന്നാണ് സയ്യായ മദ്ഹബ്, കുഫറിൻ്റെ അവസ്ഥയിൽ തന്നെ. ഏത് മാന? കബിയന മാന അന്നഹും, അവർ യുസാദു ഫി ഉഖൂബത്തിഹിം ഫിൽ ആഖിറത്തി, അവർക്ക് വർദ്ധിപ്പിക്കപ്പെടും അവരുടെ ശിക്ഷയിൽ, ഫിൽ ആഖിറത്തി, ആഖിറത്തിൽ, ഫി സബബി ദാലിക, അതിൻ്റെ കാരണം കൊണ്ട്. അപ്പോൾ ആ ശിക്ഷ കൂടി കിട്ടും. അതായത് ഒരു അവിശ്വാസിയായ ആൾ, അവന് അവിശ്വാസത്തിൻ്റെ ശിക്ഷ ഉണ്ടാവും, അതുപോലെ തന്നെ ഫർളുകൾ, അവനോട് കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ ചെയ്യാത്തതിൻ്റെ ശിക്ഷ ഉണ്ടാവും എന്നാണ് ഇപ്പോൾ മനസ്സിലാവുന്നത്. വലാക്കിൻ ലാ യുതാലബൂന ബി ഫീലിഹ, വലാക്കിൻ എങ്കിലും ലാ യുതാലബൂന ബി ഫീലിഹ ഫി ഹാലി കുഫ്രിഹിം, കുഫറിൻ്റെ അവസ്ഥയിൽ അതിനെ ചെയ്യാൻ അവരോട് തേടപ്പെടുകയില്ല. വഖദ് സബഖത്തിൽ മസലത്തു മബ്സൂതത്തൻ ഫി അവ്വലി കിതാബി സ്വല, ഈ മസല മുന്തിയിട്ടുണ്ട്, പരത്തി പറഞ്ഞിട്ടുണ്ട്. എന്താണ്? നിസ്കാരത്തിൻ്റെ കിതാബിൽ ഇതിൻ്റെ തുടക്കത്തിൽ ഈ മസല വിശദമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ അത് അങ്ങനെ മനസ്സിലാക്കി വെക്കാം. ഇനി അടുത്തത് വഖൗൽ മുസന്നിഫിൻ്റെ കൗല് ഫിൽ മുർത്തദ്ദീൻ, മുർത്തദ്ദിൽ ലം യുഖാത്തബ് എന്നല്ല പറഞ്ഞു. മുർത്തദ്ദിൽ എന്താണ് എന്നാ കൗലുണ്ട്. അല്ല മുർത്തദ് ലാ യുഖാത്തബു ബിഹി ഫി റിദ്ദത്തി എന്നല്ലേ. മുർത്തദ്ദിനെ റിദ്ദത്തിൻ്റെ അവസ്ഥയിൽ അവനോട് അത് തേടപ്പെടുകയില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാന എന്താ? ലാ നുതാലിബുഹു എന്നാണ്. നാം അവനോട് തേടൂല ബി ഫീലി സൗമി ബി ഹാലി റിദ്ദത്തിഹി, നോമ്പ് പ്രവർത്തിക്കാൻ അവൻ്റെ റിദ്ദത്തിൻ്റെ അവസ്ഥയിൽ, ഫി മുദ്ദത്തിൽ ഇസ്തിതാബത്തിൻ്റെ കാലത്ത്, അതായത് തൗബ ചെയ്യുന്ന സമയത്ത്, തൗബ ചെയ്യുന്ന
കാലത്ത് എന്ത് ചെയ്യില്ല, അവന് രിദ്ധത്തിൻ്റെ അവസ്ഥയിൽ നഷ്ടപ്പെട്ടു പോയ നോമ്പ് പിടിക്കാൻ അവനോട് നാം തേടൂല. ഇസ്തിതാബത്തിൻ്റെ കാലഘട്ടത്തിലുള്ള അവൻ്റെ രിദ്ധത്തിൻ്റെ അവസ്ഥയിൽ അങ്ങനെ ലാനു താലിബു അവനോട് നാം തേടൂല ബി ഫീലി സൗമി നോമ്പ് ചെയ്യാൻ ഫി ഹാലി രിദ്ധത്തി അവൻ്റെ രിദ്ധത്തിൻ്റെ അവസ്ഥയിൽ ഫി മുദ്ദത്തിൽ ഇസ്തിതാബത്തിൻ്റെ അതായത് തൗബ തേടുന്ന കാലത്തിലുള്ള അവൻ്റെ രിദ്ധത്തിൻ്റെ അവസ്ഥയിൽ നോമ്പ് ചെയ്യാൻ അവനോട് നാം തേടൂലാന്ന് എന്നാണ് മുറാദ്. അല്ലാതെ ലൈസ മുറാദിൻ്റെ മുറാദല്ല അന്നവും ലൈസ വാജിബുൻ അലി, അതിൽ അവൻ്റെ നിർബന്ധമില്ല എന്നല്ല ഉദ്ദേശം. കാനു ബൈന്നവും വാജിബുൻ അലിഹി ബിലാ ഖിലാഫിൻ ഫി ഹാലി രിദ്ധത്തി, കാരണം അതവൻ്റെ മേൽ നിർബന്ധമാണല്ലോ. ബിലാ ഖിലാഫിൻ ഖിലാഫൊന്നുമില്ല ഫി ഹാലി രിദ്ധത്തി രിദ്ധത്തിൻ്റെ അവസ്ഥയിൽ അവന് നോമ്പ് നിർബന്ധമാണ് എന്ന് ഖിലാഫില്ലാതെ തന്നെ നിർബന്ധമാണ്. വയ അഹ്സം അവൻ കുറ്റക്കാരനാകും ബി തർക്കിഹി ഫി ഹാലി രിദ്ധത്തി രിദ്ധത്തിൻ്റെ അവസ്ഥയിൽ അവൻ ആ നോമ്പ് ഒഴിവാക്കിയ കാരണം ബിലാ ഖിലാഫിന് ഒരു ഖിലാഫില്ല, അവിടെ അതൊക്കെ നിർബന്ധമാണെന്നുള്ള കാര്യത്തിൽ ഖിലാഫില്ല. വലവ് കാലൽ മുസന്നിഫ്, അപ്പോൾ മുസന്നിഫ് പറഞ്ഞിരുന്നെങ്കിൽ കമാ കാല ഗൈറുഹു മറ്റുള്ളവർ പറഞ്ഞതുപോലെ ലം നുതാലിബുഹു ബിഹി എന്ന് പറഞ്ഞെങ്കിൽ ഫി രിദ്ധത്തിഹി അവനോട് നാം രിദ്ധത്തിൽ അവനോട് നാം നോമ്പിന് തേടൂല. വലാ യസിഹു മിൻഹു അത് അവനിന്ന് സഹിയാകൂല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ കാന അസ്വാബ് അത് ഏറ്റവും സത്യത്തോട് യോജിച്ചതാകുമായിരുന്നു. അല്ലാഹു തആല അലം, അള്ളാഹു ആണ് ഏറ്റവും അറിയുന്നവൻ. അപ്പോൾ അതും അവിടെ കഴിഞ്ഞു. അപ്പോൾ എന്താണ് കാസിരിയായ കാഫറിൻ്റെ കാര്യം പറഞ്ഞു, രിദ്ധത്തിൻ്റെ അവസ്ഥയിലുള്ള നോമ്പും പറഞ്ഞു. ഇനി കാല അസ്വാബിന് നമ്മുടെ അസ്വാബ് പറഞ്ഞു ലാ യുത്വാലബുൽ കാഫിറുൽ അസ്ലിയു കാഫിറുൽ അസ്ലി അടിസ്ഥാന കാഫിറിനോട് തേടപ്പെടുകയില്ല ബി ഫീലി സൗമി നോമ്പ് പ്രവർത്തിക്കാൻ ഫി ഹാലി കുഫി അവൻ്റെ കുഫറിൻ്റെ അവസ്ഥയിൽ ബിലാ ഖിലാഫിന് ഒരു ഖിലാഫും കൂടാതെ അപ്പോൾ തേടപ്പെടുകയില്ല എന്നാണ് അസ്ലിയായ കാഫിറിനോട്. ഇനി വൈദ അസ്ലമ അവൻ മുസ്ലിം ആയാലോ ലാ യജിബു അലൈഹി അവൻ്റെ മേൽ നിർബന്ധമില്ല ഖലാഉഹു അതിനെ ഖലാ വീട്ടിൽ നിർബന്ധമില്ല ബിലാ ഖിലാഫിൻ അവിടെ എതിരഭിപ്രായമൊന്നുമില്ല. ഇനി വലൗസാമ ഫി കുഫ്രിലം യസിഹ ബിലാ ഖിലാഫിൻ ഇനി നോമ്പനുഷ്ഠിച്ചാലോ കുഫറിൻ്റെ കാലഘട്ടത്തിൽ നോമ്പനുഷ്ഠിച്ചാൽ അത് അവനൊന്നും സഹിയാകൂല, അവിടെ ഖിലാഫില്ല. അപ്പോൾ ഈ മൂന്ന് കാര്യത്തിൽ ഖിലാഫില്ല. നോമ്പ് കൊണ്ട് അവനോട് തേടലില്ല എന്നതിൽ ഖിലാഫില്ല. മുസ്ലിമായി കഴിഞ്ഞാൽ ഖലാ വീട്ടിൽ നിർബന്ധമാണെന്ന വിഷയത്തിൽ ഖിലാഫില്ല. ഇനി കുഫറിൻ്റെ അവസ്ഥയിൽ നോമ്പ് നോറ്റാൽ ശരിയാകൂല എന്നതിലും ഖിലാഫില്ല. സവാൻ അസ്ലം ബാദ് താലിക്കാംല അവൻ്റെ കുഫറിൻ്റെ അവസ്ഥയിലുള്ള നോമ്പ് ശരിയാകൂല. സവാൻ അസ്ലം ബാദ് താലിക്ക അതിനുശേഷം അവൻ മുസ്ലിം ആകട്ടെ അംല മുസ്ലിം ആകാതിരിക്കട്ടെ ശരിയാകൂല നോമ്പ്. ബി ഖിലാഫിമാ ഇദാ തസദ്ദഖ ഫി കുഫ്രി കേട്ടോ കുഫറിൻ്റെ അവസ്ഥയിൽ സദക്ക ചെയ്താലുള്ളതിന് മാറ്റമായിട്ട് പിന്നെ സുമ്മാ അസ്ലമ പിന്നെ മുസ്ലിം ആവുകയും ചെയ്തു അതിന് മാറ്റം. കാരണം ഫൈന സഹിയ അഭിപ്രായം അന്നോ യുസാബു അലഹി അവൻ അതിന് പ്രതിഫലം കിട്ടുമെന്നാണ്. വഖദ് സബക്കത്തിൽ മസലത്ത് ഫി അവ്വലി കിതാബി സ്വലാ ഈ മസലയൊക്കെ മുൻകടന്നു പോയിട്ടുണ്ട് നിസ്കാരത്തിൻ്റെ കിതാബിൻ്റെ ആദ്യം നിസ്കാരത്തിൻ്റെ അധ്യായത്തിൻ്റെ തുടക്കത്തിൽ ഈ മസലകളൊക്കെ മുൻകഴിഞ്ഞു പോയി. ഇനി വാമൽ മുർത്തദ് അപ്പോൾ മുർത്തദ് ഫൗ മുക്കല്ലഫം ബിഹി ഫി ഹാലി റിദ്ദത്തിഹി അപ്പോൾ മുർത്തദ്ദാകുന്നത് അയാളോട് കീർത്തിക്കപ്പെട്ടിരിക്കുന്നു ഫി ഹാലി റിദ്ദത്തിഹി അയാളുടെ റിദ്ദത്തിൻ്റെ അവസ്ഥയിൽ തന്നെ അവനോട് കീർത്തിക്കപ്പെട്ടിട്ടുണ്ട്, നോമ്പ് കൊണ്ട് കീർത്തിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ആസ്ലമാ അപ്പോൾ മുസ്ലിമായി ലസിമഹു അവനക്ക് നിർബന്ധമാണല്ലോ ഖലാഹു അതിനെ ഖലാ വീട്ടൽ നിർബന്ധമാണ്. ബിലാ ഖിലാഫിന് അവിടെ എതിരഭിപ്രായമൊന്നുമില്ല. കമാ ദക്കറഹു മുസന്നിഫ് പറഞ്ഞു വലാ നുതാലിബു ഫി ഹാലി റിദ്ദത്തിഹി വേണ്ട റിദ്ദത്തിൻ്റെ അവസ്ഥയിൽ അതിനെ ചെയ്യാൻ അവനോട് നാം എന്ത് ചെയ്യില്ല തേടുകയില്ല. എന്ന് മുസന്നിഫ് പറഞ്ഞതുപോലെ അല്ലേ. കാല അബൂ ഹനീഫ എന്നവർ പറഞ്ഞു ലാ എൽസമുഹു അബൂ ഹനീഫ പറയണ്ടോ ലാ എൽസമുവിന് നിർബന്ധമില്ല ഖലാഉ മുദ്ദത്തി റിദ്ദത്തി ഇത് അസ്ലമ മുസ്ലിമായാൽ റിദ്ദത്തിൻ്റെ കാലഘട്ടത്തിൽ നഷ്ടപ്പെട്ട നോമ്പ് ഖലാ വീട്ടിൽ നിർബന്ധമില്ല എന്ന് അബൂ ഹനീഫ പറഞ്ഞു. ഒരാൾ മുസ്ലിമായിരുന്നു രണ്ടാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി രണ്ട് വീണ്ടും മുസ്ലിമായി, എന്നാൽ ആ രണ്ട് ഇസ്ലാമിൻ്റെ ഇടയിലുള്ള കാലഘട്ടം അതാണ് റിദ്ദത്ത് മതപരിത്യാഗം. ആ സമയത്തുള്ള നോമ്പ് ഖലാ വീട്ടിൽ നിർബന്ധമില്ല എന്ന് അബൂ ഹനീഫ ഇമാം. കമാ കാലഫി സ്വലാത്ത് നിസ്കാരത്തിൽ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ നിസ്കാരത്തിൽ അങ്ങനെ തന്നെയാണ്. സബക്കത്തിൽ മസലത്തു ഈ മസല മുൻകഴിഞ്ഞു പോയിട്ടുണ്ട് മബ്സൂത്തൻ
വിശാലമായിട്ട് പറഞ്ഞു പോയിട്ടുണ്ട്. ഫി അവലി കിതാബി സ്വലാത്ത്, ഈ നിസ്കാരത്തിൻ്റെ കിതാബിൻ്റെ തുടക്കം നേരത്തെ പറഞ്ഞേക്കത്. വഖാസൽ മുസന്നിഫ് ദാലിക, മുസന്നിഫ് ഇതിനോട് കിയാസാക്കി അലാ ഹുക്കൂഖിൽ ആദമീന, മുസന്നിഫ് ഇതിനെ കിയാസാക്കിയത് അലാ ഹുക്കൂഖിൽ ആദമീന, ആദം മനുഷ്യരുടെ അവകാശങ്ങളുടെ മേലാണ് ഇതിനെ കിയാസാക്കിയത്. നമ്മുടെ മുസന്നിഫ് ആ നിലക്കാണ് പറഞ്ഞത് ഖളാ വീട്ടണമെന്ന്. ലഅന്ന അബൂ ഹനീഫ ആകുന്നത് കാരണം ലഅന്ന അബൂ ഹനീഫ യുവാഫിഖു അലൈഹി, അതിൻ്റെ മേൽ യോജിക്കുന്നുണ്ട്. അബൂ ഹനീഫ ഇമാം പറയുന്നു മനുഷ്യ ഹക്കുകൾ എന്താണ് അവന് ഉണ്ട് എന്ന നിലക്ക് എന്ന് യോജിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനോട് കിയാസാക്കിയിട്ടാണ് നോമ്പും പിടിച്ചു വീട്ടണമെന്ന് പറഞ്ഞതെന്ന്. ഖാലൽ മുസന്നിഫ് റഹ്മത്തുള്ളാഹി, മുസന്നിഫ് റഹ്മത്തുള്ളാഹി പറയാണ് വഅമ്മ സ്വബിയ്യു, അപ്പോൾ കുട്ടിയാകുന്നത് ഫലാ യജിബു അലൈഹി, അവൻ്റെ മേൽ നോമ്പ് നിർബന്ധമില്ല. ലിഖൗലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി പറഞ്ഞല്ലോ റുഫിഅൽ ഖലമു അൻ സലാസിൻ, പേന ഉയർത്തപ്പെട്ടിരിക്കുന്നു 3 പേരെ തൊട്ട്, അതായത് സ്വബി കുട്ടിയെ തൊട്ടും ഹത്താ യബ്ലുഗ, അവൻ പ്രായപൂർത്തിയാകുന്നത് വരെ. അതുപോലെ തന്നെ വാനിൻ നായിമി, നോമ്പുകാരനെ തൊട്ടും, ഹത്താ നായിം എന്ന് വെച്ചാൽ അത് ഉറങ്ങുന്നവനെ തൊട്ടും, ഹത്താ യസ്തൈഖിൽ, അവൻ ഉണരുന്നത് വരെ. വാനിൽ മജ്നൂനി, ഭ്രാന്തനെ തൊട്ടും, ഹത്താ യഫീഖ്, അവൻ ബോധം വരുന്നത് വരെ, അപ്പോൾ ഭ്രാന്ത് മാറുന്നത് വരെ. അപ്പോൾ ഈ 3 ആളുകളെ തൊട്ട് എന്താണ് പേന ഉയർത്തപ്പെട്ടു, അവർക്ക് അതായത് നിർബന്ധമായ കാര്യമില്ല. വൈ ഉമർ ബി ഫീലിഹി, പക്ഷേ വൈ ഉമർ ബി ഫീലിഹി, നോമ്പും ചെയ്യാൻ അവനോട് കൽപ്പിക്കപ്പെടണം. കുട്ടിയോട് സബഇ സിനീന, 7 വയസ്സായതിന് വേണ്ടിയിട്ട്. അപ്പോൾ 7 വയസ്സായാൽ നോമ്പ് കൊണ്ട് കൽപ്പിക്കണം. ഇതാ അത്ലക്കസൗമ, നോമ്പിനവൻ കഴിവാകണം കേട്ടോ. അത്വാക്കസൗമ, കഴിവ് വേണം. നോമ്പ് പിടിക്കാനുള്ള ആരോഗ്യം മറ്റൊക്കെ ഉണ്ടെങ്കിൽ 7 വയസ്സായാൽ നോമ്പ് കൊണ്ട് കൽപ്പിക്കപ്പെടണം. വയുറബു, അവനെ അടിക്കണം. അല തർക്കിഹി, നോമ്പ് ഒഴിവാക്കിയതിൻ്റെ മേൽ. ദേശിന് 10 വയസ്സായാൽ, അപ്പോൾ 10 വയസ്സ് ഖിയാസനല്ല സ്വല, നിസ്കാരത്തിൻ്റെ മേൽ ഖിയാസാക്കിയിട്ടാണ്. നിസ്കാരം ഇങ്ങനെ തന്നെയല്ലേ, 7 വയസ്സായാൽ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം, 10 വയസ്സായാൽ നിസ്കാരിച്ചിട്ടില്ലെങ്കിൽ അടിക്കണം എന്നാണ്. അതും നോമ്പും അതുപോലെ തന്നെ. ഫൈൻ ബലകലം യജിബ് അലൈഹി ഖളാഉ മാ തറക്കഹു ഫി ആലി സിഗരി അന്നഹു, ഇനി ഫൈൻ ബല, അപ്പോൾ അവൻ ആ കുട്ടി ബുലുവായി പ്രായപൂർത്തിയായി, എന്നാൽ ലം യജിബ് അലൈഹി, അവൻ്റെ നിർബന്ധമില്ല. ഖളാഉ മാ തറക്കഹു, അവൻ ഒഴിവാക്കിയതിനെ ഖളാ വീട്ടൽ. ഫി ഹാലി സിഗരി, ചെറുപ്പകാലത്തിൽ അവൻ നഷ്ടപ്പെടുത്തിയതിനെ ഖളാ വീട്ടൽ നിർബന്ധമില്ല. കാരണം ലഅന്നഹു ലൗ വജബ ദാലിക ലവജബ അലൈഹി അദാഉ ഫി ഹാലി സിഗരി, കാരണം ലഅന്നഹു ലൗ വജബ ദാലിക, അത് അങ്ങനെ ഖളാ വീട്ടൽ നിർബന്ധമായിരുന്നെങ്കിൽ ലവജബ അലൈഹി, അവൻ്റെ മേൽ നിർബന്ധമാകുമല്ലോ. അദാഹു, അതിനെ അതായിട്ട് വീട്ടിൽ തന്നെ നിർബന്ധമാകും. ഫി ഹാലി സിഗരി, ചെറിയ കാലഘട്ടത്തിൽ അതിനെ വീട്ടിൽ നിർബന്ധമാണെന്ന് പറയേണ്ടി വരുമല്ലോ. കാരണം ലഅന്നഹു യഖ്ദിറു അലാ ഫീലിഹി, കാരണം അവനത് പ്രവർത്തിക്കാൻ കഴിവുള്ളവനാണല്ലോ. അപ്പോൾ അങ്ങനെ അത് നിർബന്ധമാണെന്ന് പറയേണ്ടി വരും. വലിയ അയ്യാമസിഗി വലിയ അയ്യാമസ്തൂലു, അതുപോലെ തന്നെ ചെറിയ കാലഘട്ടം എന്നുള്ളത് നീളും. വലിയ അയ്യാമസിഗി, ചെറുപ്പകാലം എന്നുള്ള തതുലത് ദീർഘിക്കും. പലവ് ഔജബിന അലൈഹി, അപ്പോൾ നാം അവൻ്റെ മേൽ നിർബന്ധമാക്കിയാൽ ഖളാ മാ യഫൂത്തു, ചെറുപ്പത്തിൽ നഷ്ടപ്പെട്ടത് ഖളാ വീട്ടാൽ നാം നിർബന്ധമാക്കിയാൽ ഷക്കത് പ്രയാസമായി മാറും. അപ്പോൾ എന്ത് വേണ്ടെന്നാ, ചെറുപ്പകാലത്തിലുള്ള നോമ്പൊന്നും ഖളാ വീട്ടേണ്ടതില്ല. നിർബന്ധമില്ല എന്നാണ് കേട്ടോ. ഇനി വേറെ സുന്നത്തുണ്ടോ എന്ന് വേറെ നോക്കണം. അഷറിന് ഷറഹ് ആദൽ ഹദീസു സയ്യൻ, അപ്പോൾ ഇവിടെ മുസന്നിഫ് പറഞ്ഞാണല്ലോ അല്ലേ, മുസന്നിഫ്. ഇനി അതിൻ്റെ ഷറഹ് നബിമാൻ പറയാണ് ആദൽ ഹദീസ്, ഈ ഹദീസ് സഹീഹുൻ, ഇത് സഹീഹാണ്. ഏത് ഹദീസ്? പേന റുഫിഅൽ കലമു അൻ സലാസ് എന്ന് പറഞ്ഞു, 3 ആളുകളെ തൊട്ട് പേന ഉയർത്തപ്പെട്ടു എന്ന് വെച്ചാൽ നിയമം ഉയർത്തപ്പെട്ടു എന്നല്ലേ പറഞ്ഞു. അപ്പോൾ ഈ ഹദീസ് സഹീഹാണ്. റവാഹു അബൂദാവൂദ് നസായിക്ക് റിവായത്തിട്ടുണ്ട്. ഫി കിതാബിൽ ഹുദൂദിൽ മിൻ സുനനിഹിം, അവർ രണ്ടുപേരുടെ സുനനിൽ ഹുദൂദ് എന്ന കിതാബിലാണ് അത് ഉദ്ധരിച്ചത്. അത് മിൻ റിവായത്ത് അലി ബിൻ അബി താലിബിൻ്റെ റിവായത്തിൽ നിന്ന് ബി ഇസ്നാദും സഹീഹായ ഇസ്നാദോടുകൂടിയാണ്. റവാഹു അബൂദാവൂദ് ആയാലും വീണ്ടും ഫിൽ ഹുദൂദിൽ അബൂദാവൂദിൻ്റെ റിവായത്ത് ചെയ്തിട്ടുണ്ട്. വൻ നസായി അബ്നു മാജയും ഫി കിതാബി ത്വലാഖിൻ്റെ കിതാബിലാണ്. മിൻ റിവായത്ത് ആയിഷ റളിയല്ലാഹുവിൻ്റെ റിവായത്തിലൂടെ ബി ഇസ്നാദിൻ ഹസനായ ഇസ്നാദോട് വ മാന റഫിൽ ഖലം. അപ്പോൾ ഇനി പേന ഉയർത്തുക എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? ഇംതിനാഉ തക്ലീഫി എന്നാണ്, അവരോട് കീർത്തന വിലങ്ങുക എന്നാണ്.
അതല്ല ലാന്നഹു റുഫിയ ബാദ വലീഹി എന്നല്ല, അത് വെച്ചതിന് ശേഷം അതിനെ ഉയർത്തി എന്നല്ല, അവർക്ക് എന്തില്ല, തക്ലീഫിനെ തടഞ്ഞു എന്നാണ്. അവരോട് കീർത്തനയില്ല നോമ്പ് കൊണ്ട്. വ ഖൗലുഹു മുസന്നിഫിൻ്റെ കൗൽ ലൗ അജബ അലൈഹിൽ അദാഉഹു എന്നുള്ള ലൗ അജബ അലൈഹി അദാഉഹു യുന്തഖലു ബിൽ മുസാഫിരി ഫൈനു യഖ്ദുറു അലൽ അദായി. മുസന്നിഫിൻ്റെ കൗൽ ലൗ അജബ അലൈഹി, അത് അവൻ്റെ മേൽ നിർബന്ധമായിരുന്നെങ്കിൽ, ലൗ അജബ അലൈഹി അദാഉഹു, അതിനെ വീട്ടൽ അവൻ്റെ മേൽ നിർബന്ധമായിരുന്നുവെങ്കിൽ, യുന്തഖലു ബിൽ മുസാഫിരി, മുസാഫിർ കൊണ്ട് അതിനെ എന്ത് ചെയ്യും, മുറിക്കപ്പെടും. കാരണം ഫൈനു യഖ്ദുറു അലൽ അദായി, അവന് അദായിന് കഴിവുണ്ട്. വലാ എൽസമു, അവനക്ക് നിർബന്ധമില്ല. വയൽസമുഹുൽ ഖലാവ് നിർബന്ധമാണ്. വയൽസമുഹുൽ ഖലാവ്, അവന് ഖലാവ് നിർബന്ധമാണ്. വദ്ദലീലു സഹിയായ തെളിവെന്താ, അയ്യുക്കാല പറയലാണ്, സമനു സബി ലൈസ സമനു തക്ലീഫിൻ, കുട്ടിക്കാലം എന്നുള്ളത് അത് തക്ലീഫിൻ്റെ കാലമല്ല. കാരണം ലിൽ ഹദീസ് നേരത്തെ ഹദീസ് പറഞ്ഞല്ലോ, വൽ ഖലാഉന്നത് ഇന്നമാ യജിബു ഹൈസു യജിബു ബി അംരിൻ ജദീദിൻ, ഖലാ വീട്ടൽ ഇന്നമാ യജിബു നിർബന്ധമാകുന്നത്, ഹൈസു യജിബു അത് നിർബന്ധമാകുന്ന സമയത്ത് നിർബന്ധമാകുന്നത്, ബി അംരിൻ ജദീദ് ഒരു പുതിയ കൽപ്പന കൊണ്ടാണ് നിർബന്ധമാകുന്നത്. വലം യജി ഫീഹി അംറുൻ ജദീദൻ, വലം യജി ഫീ അതിൽ വന്നിട്ടില്ല, അമ്രുൻ പുതിയൊരു കൽപ്പന അതിൽ വന്നിട്ടില്ല. ഇവിടെ മുസന്നിഫ് ഇപ്പോൾ പറഞ്ഞെന്താണ്, വൈമർ ബി സബി സിദാത്താക്ക സൗം വൈദരു വല തർക്കിൽ യാസ്രിൻ ഖിയാസൻ വലവലം യജിബു അലൈഹി ഖലാഉ മാ തറകു ഫി ആലിസി അന്നു ലൗ വജബ ലാലിക വജബ അലി അദാഹു. അവിടെ കളഞ്ഞു വിടണപ്പോൾ. അപ്പോൾ അവിടെ എന്താണ് മുസന്നിഫ് പറഞ്ഞു, ലൗ വജബ അലൈഹി, അവൻ്റെ മേലെ അത് നിർബന്ധമായിരുന്നെങ്കിൽ അദാഹു നിർബന്ധമാകുന്നല്ലോ പറഞ്ഞു. അപ്പോൾ ഈ പറഞ്ഞത് കൊണ്ട് യുന്തഖലു ബിൽ മുസാഫിർ, ഇതിനെ മുസാഫിറിനെ കൊണ്ട് പൊളിക്കപ്പെടും. മുസാഫിറിൻ്റെ അങ്ങനെയല്ല. കാരണം ഫൈനോ യഖ്ദിറു അലൽ അദായി, അവന് അദായിന് കഴിവുണ്ട്. വലാ യൽസമുഹു, അവന് നിർബന്ധമില്ല. വയൽസമുഹുൽ ഖലാവുന് നിർബന്ധമാണ്. സഹിഹായ തെളിവ് അയ്യുകാല പറയലാണ്, സമനു സബി ലൈസ സമനു തക്ലീഫി ലിൽ ഹദീസി വൽ ഹദീസുണ്ട് അതിനു വേണ്ടി, കുട്ടിക്കാലം എന്നുള്ളത് തക്ലീഫിൻ്റെ കാലമല്ല എന്നൊക്കെ പറയും. വൽ ഖലാഉ ഇന്നമാ യജിബു ഹൈസു യജിബു ബി അംരിൻ ജദീദിൻ വലം യജിബു ഫീ അംറുൻ ജദീദൻ. അപ്പോൾ ഖലാകുന്നത് ഇന്നമാ യജിബു നിർബന്ധമാകും, ഹൈസു യജിബു ബി അംരിൻ ജദീദിൻ നിർബന്ധമാകുന്ന സമയത്ത്, ഹൈസു ബി അംരി പുതിയ കൽപ്പന കൊണ്ട് നിർബന്ധമാകുന്ന സമയത്താണ് നിർബന്ധമാകുക ഖലാഹ്. വലം യജിബു ഫീ അംറുൻ, അതിൽ പുതിയ കൽപ്പന വന്നിട്ടില്ല. അപ്പോൾ ഇത് മുസാഫിറിലേക്ക് ചേർത്തിട്ടാവും. ഇനി അമ്മൽ അഹ്കാമുൽ ഫാസിലിൻ്റെ അഹ്കാം എല്ലാം നമുക്ക് മനസ്സിലാകണമെന്നില്ലല്ലോ, എല്ലാം ഇമാമിങ്ങൾ പറയുന്നതെല്ലാം തിരിഞ്ഞോളണമെന്നില്ല. നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാമെന്നേ ഉള്ളൂ. അമ്മ അഹ്കാമുൽ ഫാസിലി ഫലാ യജിബു സൗമു റമളാൻ അല സബി. ഇനി ഫാസിലിൻ്റെ വിധികൾ, ഫാസിൽ ഹുക്കുമുകൾ പറയാൻ. ഫലാ യജിബു സൗമു റമളാനിലെ നോമ്പ് നിർബന്ധമില്ല, അല സബി കുട്ടിക്ക്. വലാ യജിബു അലൈഹി ഖലാഉ മാ ഫാത, അവനക്ക് നിർബന്ധമില്ല, നഷ്ടപ്പെട്ടത് ഖലാ വീട്ടൽ നിർബന്ധമില്ല. ഖബലൽ ബുലൂഗി, പ്രായപൂർത്തിക്ക് മുമ്പ് നഷ്ടപ്പെട്ടതിന് ഖലാ വീട്ടൽ നിർബന്ധമില്ല. ബിലാ ഖിലാഫിന് ഒരു അഭിപ്രായമില്ല അവിടെ. ലിമാ ദക്കറഹുൽ മുസന്നിഫ് പറഞ്ഞതിന് വേണ്ടിയിട്ട്. വദക്കർത്തുഹു, ഞാൻ പറഞ്ഞതിന് വേണ്ടിയിട്ട്. ഖാലൽ മുസന്നിഫ് പറഞ്ഞു, വല്ല അസ്ഹാബുകളും പറഞ്ഞു, വൈദ അത്വാഖ സൗമ, ഒരുത്തന് നോമ്പിന് കഴിവായി, എന്നാൽ വജബാലൽ വലിയന് നിർബന്ധമാണ്, അവൻ്റെ വലിയന് നിർബന്ധം. ഒരു കുട്ടിക്ക്
നോമ്പ് പിടിക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ വലിയന് നിർബന്ധമാണ് യഉമുറഹു ബിഹി, അവനോട് നോമ്പ് കൊണ്ട് കൽപ്പിക്കണം. സബീൻ 7 വയസ്സായതിനു വേണ്ടി, സിനീനെ സബീ സിനി 7 വയസ്സായ ബിഷർത്തി അയ്യക്കൂന മുമയ്യ, ഷർത്തുണ്ട് കേട്ടോ, അയ്യക്കൂന മുമയ്യിസൻ, അവൻ വകതിരിവുള്ളവനാകണം. വയതിരിബുഹു, അവനടിക്കണം, അവൻ്റെ വലിയവനെ അടിക്കണം. അല തർക്കി, നോമ്പ് ഒഴിവാക്കിയതിൻ്റെ മേലിൽ അശ്രീം 10 വയസ്സിന് വേണ്ടി, അപ്പോൾ 10 വയസ്സായ നോമ്പ് ഒഴിവാക്കി അടിക്കണം. ലിമാദക്കറൽ മുസന്നിഫൊക്കെ മുസന്നിഫ് പറഞ്ഞതിന് വേണ്ടിയിട്ട്. വസ്വബിയത്തു, കുട്ടിത്തം എന്നുള്ളത് കസ്വബിയ്, വസ്വബിയു സബിയത്തു, പെൺകുട്ടിയും കസ്വബി, ആൺകുട്ടിയെപ്പോലെ തന്നെയാണ്. ഫി ഹാദാ കുല്ലിഹി, ഈ മുഴുവൻ നിയമത്തിലും, ബിലാ ഖിലാഫിനെതിരെ അഭിപ്രായം കൂടാതെ ഈ എല്ലാ നിയമത്തിലും ആൺകുട്ടി പോലെ തന്നെയാണ് പെൺകുട്ടിയും. അപ്പോൾ അവിടെ നിന്ന് മനസ്സിലായി കുട്ടികൾക്കൊന്നും നോമ്പ് നിർബന്ധമില്ല. 7 വയസ്സായ കൽപ്പിക്കണം, 10 വയസ്സായ നിസ്കരിച്ച് നോമ്പ് പറ്റില്ലെങ്കിൽ അടിക്കണം എന്നൊക്കെ വലിയൻ്റെ ഉള്ള കൽപ്പന. അത് കഴിവാകണം, അതുപോലെ തന്നെ അവൻ തമ്മീസുള്ള ആളായിരിക്കണം എന്നൊക്കെ പറഞ്ഞു. ഇനി ഫറവൻ, ഇതൊരു ഫറാണ്. കാല അസ്ഹാബുന്, നമ്മുടെ അസ്ഹാബ് പറഞ്ഞിട്ടുണ്ട്, ഷുറൂത്ത് സിഹത്തി സൗമി, നോമ്പ് ശരിയാകാനുള്ള ഷർത്തുകൾ അർബഅത്തുൻ, 4 എണ്ണമാണ്. ഒന്ന് അന്നഖാഉ, വൃത്തി വേണം. അനിൽ ഹൈലിനെ തൊട്ട് വൃത്തിയായിരിക്കണം. വന്നിഫാസ്, നിഫാസ് പ്രസവരക്തവും അതുപോലെ തന്നെ ആർത്തവ രക്തത്തോട്ടൊക്കെ ശുദ്ധി ഉണ്ടായിരിക്കണം. വൽ ഇസ്ലാമു, രണ്ടാമത്തത് മുസ്ലിം ആകാന്ന്. മൂന്നാമത്തത് തമ്മീസ്, മുമയ്യിസ് ആയിരിക്കണം, തമ്മീസ് ഉണ്ടായിരിക്കണം. 4 അൽ വഖ്തു ഖാബിലുൽ സൗമി, നോമ്പിനെ സ്വീകരിക്കുന്ന സമയമായിരിക്കണം. അത് നോമ്പ് സ്വീകരിക്കുന്ന സമയമായിരിക്കണം. അല്ലാതെ പെരുന്നാളിൽ പോയി നോമ്പ് പറ്റ ശരിയാകുമോ? ചെക്കന ദിവസത്തിൽ നോമ്പൊന്നും പറ്റൂലല്ലോ. അപ്പോൾ ഈ 4 നിബന്ധന, ഒന്നെന്താണ്? വൃത്തി, ഇസ്ലാം, തമ്മീസുള്ള കുട്ടിയായിരിക്കണം, തമ്മീസുള്ള ആളായിരിക്കണം. പിന്നെന്താണ്? വഖത്ത് വേണം, സമയം. വസയത്തി തഫ്സീലുഹ ഫി മവാലിഹ, അതിൻ്റെ സ്ഥലങ്ങളിൽ അതിൻ്റെ വ്യാഖ്യാനിക്കൽ ശേഷം വരും ഇൻഷാ അല്ലാഹു തആല. വല്ലാഹു ആലം, അള്ളാഹു ഉദ്ദേശിച്ചാൽ അള്ളാഹുവാണ് ഏറ്റവും അറിയുന്നവർ. ഖാലൽ മുസന്നിഫ് റഹിമഹുല്ലാഹ്, അപ്പോൾ നബിമാവിന് മുസന്നിഫ് പറയണം. മുഹദ്ദബാണല്ലോ, കിതാബ് മുഹദ്ദബാണ്. മുഹദ്ദബിൻ്റെ ഷറഉൽ മുഹദ്ദബ് ഇന് ഷിറാസിയുടെ മുഹദ്ദബ്, അതിൻ്റെ വ്യാഖ്യാനമാണ് ആര്? നബിമാം എഴുതിയ ഷറഉൽ മുഹദ്ദബ്, അതായത് മജ്മു എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇനി ഖാലൽ മുസന്നിഫ് പറയാണ് റഹിമഹുല്ലാഹു തആല പറഞ്ഞു, വമൻ സാല അഖ്ലുഹു ബി ജുനൂനിൻ, ഒരാളുടെ ബുദ്ധി നീങ്ങി ഭ്രാന്ത് കൊണ്ടോ, എന്നാൽ ലാ യജിബു അലൈഹി, അവൻ്റെ മേൽ നോമ്പ് നിർബന്ധമില്ല. ലി ഖൗലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ കൗലുണ്ടല്ലോ, വാനിൽ മജ്നൂനി, മജ്നൂനെ തൊട്ട് നോമ്പ് ഹത്താ യഫീഖ, അവന് എന്താണ്? ഭ്രാന്ത് മാറുന്നത് വരെ എന്നാണ്. ഫൈൻ അഫാഖ, അപ്പോൾ അവന് ബോധം വന്നു, അവന് ഭ്രാന്ത് മാറി, എന്നാൽ ലം യജിബ് അലൈഹി, അവൻ്റെ മേൽ നിർബന്ധമില്ല. ഖലാഉ മാ ഫാതഹു ഫിൽ ജുനൂനി, അവൻ്റെ ഭ്രാന്തിൻ്റെ സമയത്ത് അവന് നഷ്ടപ്പെട്ടതിനെ ഖലാ വീട്ടൽ നിർബന്ധമില്ല. കാരണം ലിഅന്നഹു ലിഅന്നഹു അത് സൗമുൻ ഫാത്ത ഫി ഹാലിൻ സഖത ഫി തക്ലീഫു ലിനഖ്സിൻ, അപ്പോൾ ഫലാ യജിബ്, അപ്പോൾ എന്താണ് കാരണം? ലിഅന്നഹു സൗമുൻ, അതൊരു നോമ്പാണ്. ഫാത്ത ഫി ഹാലിൻ ഒരവസ്ഥയിൽ നഷ്ടപ്പെട്ട നോമ്പല്ലേ. സഖത ഫി തക്ലീഫ് ആ കാലഘട്ടത്തിലില്ല. ലിനഖ്സിന് വേണ്ടി, ഒരു കുറവിന് വേണ്ടി, ന്യൂനതയ്ക്ക് വേണ്ടി. അപ്പോൾ ന്യൂനതയുടെ കാരണത്തിന് വേണ്ടി തക്ലീഫ് നഷ്ടപ്പെട്ടു പോയ സമയത്ത് നഷ്ടപ്പെട്ട നോമ്പല്ലേ അത്. അപ്പോൾ അതുകൊണ്ട് ഭ്രാന്തുള്ള അവസ്ഥയിൽ നഷ്ടപ്പെട്ട നോമ്പ് ഖളാ വീട്ടൽ നിർബന്ധമില്ല. അപ്പോൾ ഫലം യജിബ്, അപ്പോൾ നിർബന്ധമില്ല. കമാലവ് ഫയതുപോലെ കമാലവ് ഫാത്ത ഫി ഹാലി സിഗരി, ചെറുപ്പകാലത്ത് നഷ്ടപ്പെട്ട നോമ്പ് പോലെ തന്നെയാണ്. വൈൻ സാല ഖുലൂബിൽ ഇഗ്മാ, ഇനി അവൻ്റെ ഒരാളുടെ ബുദ്ധി ഇഗ്മാവ് കൊണ്ടാണ് നീങ്ങണത് കേട്ടോ. ബോധം കെട്ടുപോയി, ബോധക്കേടാണ്, അല്ല ഭ്രാന്തല്ല, ബോധക്കേട് കൊണ്ട് ബുദ്ധി നീങ്ങിയാലോ. എന്നാൽ ലം യജിബ് അലൈഹി, അവൻ്റെ നിർബന്ധമില്ല. ഫിൽഹാലി, ആ സമയത്തുള്ള നോമ്പ് നിർബന്ധമില്ല. കാരണം ലിഅന്നഹു ലാ യസിഹു മിൻഹു, അതവനൊന്നും ശരിയാവുകയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ബോധക്ഷയമുള്ള സമയത്ത് നോമ്പ് നിർബന്ധമില്ല, ആ സമയത്തുള്ള നോമ്പ് നിർബന്ധമില്ല. കാരണം ഫൈൻ അഫാഖ, അവന് ബോധം വന്നാലോ വജബ അലൈഹിൽ ഖളാ, അവൻ്റെ മേൽ ഖളാ നിർബന്ധമാണ്. ഖൗലിഹി തആല, അല്ലാഹുവിൻ്റെ കൗല് ഉണ്ടായതിന് വേണ്ടി. എന്താണ്? ഫമൻ കാന മിൻകും മരീദൻ, നിങ്ങൾ ആരെങ്കിലും രോഗിയാണെങ്കിൽ, ഔ അലാ സഫരിൻ, അല്ലെങ്കിൽ യാത്രയിലാണെങ്കിലോ, ഫൈദത്ത മിൻ അയ്യാമിൻ ഉഖർ, മറ്റു ചില ദിവസങ്ങളിൽ നിന്നുള്ള എണ്ണമായത് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ മരീദാണ്, ഒരു രോഗമാണല്ലോ, ബോധം കെട്ടുപോയത് രോഗമാണ്, അപ്പോൾ ഖളാ വീട്ടണമെന്നാണ്. വല്യഗ്മാഉ മറദ്, കണ്ട അതാ പറഞ്ഞത്, വല്യഗ്മാഉ ബോധം നഷ്ടപ്പെടൽ, മറദ് അത് രോഗമാണ്. വയുഖാലിഫുൽ ജുനൂൻ, അത് ജുനൂനിനോട് എതിരാണ്. ബോധക്കേടും ഭ്രാന്തും
എതിരഭിപ്രായം എതിരാണ്. ഭ്രാന്ത് പോലെയല്ല ബോധം നഷ്ടപ്പെടൽ. കാരണം ഫൈനഹു നഖ്സുൻ, അതൊരു ന്യൂനതയാണ്. ഫലിഹാദ, ഇക്കാരണത്തിന് വേണ്ടിയല്ല. ലാ യജൂസു ജുനൂനു അലൽ അംബിയായി, അമ്പിയാക്കന്മാർക്ക് ഭ്രാന്തുണ്ടാകൽ അനുദിനമല്ലാത്ത അല്ല എന്ന് പറയുന്നത്. സലവാത്തുല്ലാഹി വസലാമു അലൈഹിം വയജൂസു അലൈഹിം ഇഗ്മാഉ, അവർക്ക് ഇഗ്മാഉ ഉണ്ടാകാം, അവർക്ക് ബോധം നഷ്ടപ്പെട്ടു പോകാം, പക്ഷേ ഭ്രാന്തുണ്ടാവില്ല. അശ്ശറഹു പറയും ഹാദൽ ഹദീസ് സബക്ക ബയാനു ഖരീബൻ, ഈ ഹദീസ് അതിൻ്റെ ബയാൻ മുന്തിപ്പോയിട്ടുണ്ട്, അടുത്ത് തന്നെ മുന്തിപ്പോയിട്ടുണ്ട്. ഇനി കൗല മുസന്നിഫിൻ്റെ കൗലുണ്ട് സക്കത്ത ഫീ തക്ലീഫ് എന്ന് പറഞ്ഞല്ലോ, അവനിൽ തക്ലീഫും നഷ്ടപ്പെട്ടു ലി നഖസിൻ, അവനതൊരു ന്യൂനത ഉണ്ടായതിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞു. അത് ഇഹ്തിറാസൻ, അത് സൂക്ഷിക്കലാണ്. മിനൽ ഇഗ്മായിൽ നിന്നുള്ള സൂക്ഷിക്കലാണത്. അതായത് ഇഗ്മ ബോധക്ഷയത്തെ തൊട്ടും വൽ ഹൈദിനെ തൊട്ടുള്ള അതിൽ നിന്നുള്ള എന്താണ് ഒഴിവാക്കലാണ്. അപ്പോൾ അത് പെടൂല, അത് നഖ്സല്ലല്ലോ. ബോധക്ഷയം ഉണ്ടാകലും ഹൈദുണ്ടാകലൊന്നും എന്തല്ല, അത് ന്യൂനതയല്ല, അത് പ്രകൃതിയാണ്. അമ്മൽ അഹ്കാം, ഇനി ഹുക്കുമുകളെ പറയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാം. അമ്മൽ അഹ്കാമു ഫഫീ മസലത്താനി ഇഹ്ദാഹുമൽ മജ്നൂൻ ലാ യൽസമു സൗമു ഫീ ഹലാലി ബിൽ ഇജ്മായി. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.